قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنهم وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم الذين لا يعقلون صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള നിർബന്ധ മതപരിവർത്തനത്തെ ശക്തമായി നിരാകരിക്കുന്ന ഒരു ജീവിത ദർശനമാണ്. ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ നിർബന്ധിച്ചോ അതല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം മുതലെടുത്തോ ചൂഷണം ചെയ്തോ ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം ശക്തമായി നിരാകരിക്കുകയാണ്. അതിന് രണ്ട് യുക്തിയാണുള്ളത്. അതിലൊന്നാമത്തെ യുക്തി എന്ന് പറയുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒരു കുറേ ആചാരത്തിലും ഒരു കുറേ അനുഷ്ഠാന കർമ്മങ്ങളിലും പരിമിതമായ ഒരു മതമല്ല ഇസ്ലാം. നമ്മളത് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ആചാര അനുഷ്ഠാന പരിമിതമായ ഒരു മതമല്ല. അതിനപ്പുറം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത വ്യവസ്ഥയാണ്, വേ ഓഫ് ലൈഫാണ്. അഥവാ ജീവിതത്തിൻ്റെ സർവമണ്ഡലങ്ങളിലും നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആവശ്യപ്പെടുന്നത്, അള്ളാഹു ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക മേഖലയിലടക്കം, രാഷ്ട്രീയ മേഖലയിലടക്കം, സദാചാര മേഖലയിലടക്കം, അനുഷ്ഠാന കർമ്മങ്ങളിലടക്കം, ആചാരങ്ങളിലടക്കം ദൈവികമായ വിധിവിലക്കുകൾക്ക് വിധേയമായിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. നീതിയിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും ഒക്കെ അധിഷ്ഠിതമായ സത്യശുദ്ധമായ ഒരു ജീവിതമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അത് കൊണ്ട് തന്നെ നിർബന്ധിച്ചുള്ള ഒരു മതം മാറുന്ന ഒരാൾക്ക് ആ അർത്ഥത്തിൽ ജീവിതത്തിൽ അത് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വന്നാൽ, എന്തെങ്കിലും മോഹത്തോടു കൂടി കടന്നു വന്നാൽ പോലും, ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല, അവിടെ നിൽക്കുന്ന ആൾ ഇതിനകത്തേക്ക് വന്നാൽ അത്യാവശ്യം കാശ് കിട്ടും, അല്ലെങ്കിൽ ജീവിതം നേരെ ചൊവ്വേ മുന്നോട്ട് പോകും എന്ന ഒരു മനോഗതത്തോടു കൂടി ഇതിനകത്തേക്ക് വന്നാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിധേയപ്പെട്ട് ജീവിക്കാൻ അയാൾക്ക് അങ്ങനെ കഴിയില്ല. പിന്നെന്തു വേണം? അവിടെയാണ് രണ്ടാമത്തെ യുക്തി. ഒന്നാമത്തെ യുക്തിയാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ. രണ്ടാമത്തെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇച്ഛാ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്, ചിന്ത സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അഥവാ ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം, സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീ വിൽ, ഇച്ഛാശക്തി, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഇതിനൊക്കെ സാധ്യമാകുന്ന
ഒരു പ്രകൃതത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറഞ്ഞത്. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു, അഥവാ ഞാൻ ഭൂമിയിൽ ഇച്ഛാ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയെ നിയോഗിക്കാൻ പോകുന്നു. ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് തോട്ട്, ചിന്താ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയെ ഞാൻ നിയോഗിക്കാൻ പോകുന്നു. തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയെ ഞാൻ നിയോഗിക്കാൻ പോകുന്നു എന്നാണ് മലക്കളോട് അല്ലാഹു പറയുന്നത്. അത്തരത്തിൽ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ജീവിയാണ് ഞാൻ ഭൂമിയിൽ നിയോഗിക്കാൻ പോകുന്നത്. അപ്പോഴാണ് മലക്കുകൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചിന്താ സ്വാതന്ത്ര്യം സാധ്യമാകുന്ന വിധം തലച്ചോറിനെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും, മൃഗങ്ങളുടെ തലച്ചോറല്ല നമുക്കുള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്താ സ്വാതന്ത്ര്യമുള്ള, തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള, ഇച്ഛാ സ്വാതന്ത്ര്യമുള്ള ഒരു പറ്റുന്ന വിധം തലച്ചോറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇതൊരു വശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു കാര്യം. മറുവശത്ത് സാക്ഷാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, നബിയെ നാം വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത്, അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, താങ്കൾ ജനങ്ങളെ മുഅ്മിനീങ്ങളാകാൻ വേണ്ടി നിർബന്ധിക്കുകയാണോ? എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കാൻ എനിക്ക് കഴിയുമായിരിക്കെ താങ്കൾ ജനങ്ങളെ മുഅ്മിനീങ്ങളാകാൻ നിർബന്ധിക്കുകയാണോ? ഈ രണ്ട് സംഗതിയും, അഥവാ ഒരു വശത്ത് ചിന്താ സ്വാതന്ത്ര്യമുള്ള ജീവിയെ അള്ളാഹ് തന്നെ സൃഷ്ടിക്കുകയും മറുവശത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ ആളുകളെ നിർബന്ധിക്കുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ നിലപാട് എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഏത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ, അഥവാ ഒരു വശത്ത് ചിന്താ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിക്കുക, മറുവശത്ത് മുഹമ്മദ് നബിയോട് ചോദിക്കുന്നു, താങ്കൾ ആളുകളെ നിർബന്ധിക്കുകയാണോ? വേണമെങ്കിൽ എനിക്ക് നേരത്തെ ചിന്താ സ്വാതന്ത്ര്യം ഇല്ലാത്ത രൂപത്തിൽ മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മലക്കുകളെ പോലെ എനിക്ക് ഇവരെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ലേ? പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ ചിന്താ സ്വാതന്ത്ര്യമുള്ള കോലത്തിലാണ്, പ്രകൃതത്തിലാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇവിഷയകമായി ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട് വ്യക്തമാണ്, അഥവാ അള്ളാഹുവിൻ്റെ നിലപാട് വ്യക്തമാണ്. അഥവാ മനുഷ്യൻ ചിന്തിച്ച് കണ്ടെത്തട്ടെ, മനുഷ്യൻ അവന് ഞാൻ നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ശരിയായ ജീവിത ദർശനം ഏതെന്ന് ചിന്തിച്ച് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ ഈ ദർശനത്തെ അവൻ ചിന്തിച്ച് ബോധ്യപ്പെടട്ടെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടുന്നതല്ല, ആരെങ്കിലും നിർബന്ധിച്ച് കിട്ടുന്നതല്ല, അത് ബുദ്ധിയുടെ ബോധ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം ബുദ്ധിയുടെ ബോധ്യമാകണം, വിശ്വാസം ബുദ്ധിയുടെ ബോധ്യമാകണം. പാരമ്പര്യമായി പകർന്നു കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ബോധ്യമല്ല. ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ബോധ്യമല്ല. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ബോധ്യമല്ല. അത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തെ എല്ലാ മതങ്ങളെയും ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഇസ്ലാമിൻ്റെ ഒരു എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഇസ്ലാം ചിന്തിക്കാൻ അടിക്കടി ആവശ്യപ്പെടുന്നു എന്നാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള പല ഖുതുബകളിലും ഇത് ചൂണ്ടി വെച്ച് പോയിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ചിന്തിക്കാൻ അടിക്കടി ആഹ്വാനം ചെയ്യുകയാണ്. ആരോട്? അമുസ്ലിങ്ങളോടല്ല, അമുസ്ലിങ്ങളോടും മുസ്ലിങ്ങളോടും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. അടിക്കടി ആവശ്യപ്പെടുകയാണ്, അടിക്കടി ആവശ്യപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ചിന്തിക്കാത്തവരെ അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിക്കുക. അതാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയാണ്. അവൻ്റെ കയ്യോ അവൻ്റെ കാലോ അവൻ്റെ മൂക്കോ അവൻ്റെ ചെവിയോ ഒന്നും അല്ല മനുഷ്യന്റെ സ്പെഷ്യാലിറ്റി. മനുഷ്യന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അവൻ്റെ എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയും, പ്രത്യേകത എന്ന് പറയുന്നത്, സവിശേഷത എന്ന് പറയുന്നത്, അവൻ്റെ എടുത്തു പറയേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അവന് ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്, അവന് ആലോചിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സവിശേഷമായി കൊടുത്ത ആ ചിന്താശേഷി എടുത്ത് ഉപയോഗിക്കാത്തവനെ അതിശക്തമായി അള്ളാഹു കുറ്റപ്പെടുത്തുകയാണ് ഖുർആനിൽ. ഇന്ന ശർറദ് ദവാബി അൻദല്ലാഹി സുമ്മുൽ ബുകുമുൽ ലദീന ലാ യഅഖിലൂൻ. അള്ളാഹുവിങ്കൽ ചിന്തിക്കാത്ത ബധിരരും മൂകരുമായിട്ടുള്ള ആളുകളാണ് അള്ളാഹുവിങ്കിൽ
ഏറ്റവും നികൃഷ്ടമായ ജീവി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം അവന് കൊടുത്ത സ്പെഷ്യൽ കഴിവാണ്, അതെടുത്ത് അവൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അവനായിരിക്കണമല്ലോ ഏറ്റവും വലിയ കുറ്റക്കാരൻ. അവനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമല്ലദീന ലാ യഅഖിലൂൻ. ബുദ്ധി ഉപയോഗിക്കാത്ത, ചിന്തിക്കാത്ത, അന്ധരും ബധിരരുമായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കൽ ഏറ്റവും മോശക്കാരി എന്നുള്ള പറയുകയാണ്. അതിന്റെ ലോജിക്ക് അതാണ്. കാരണം അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹ് കനിഞ്ഞു നൽകിയ അതാണ്, അതെടുത്ത് ഉപയോഗിക്കണില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് ചെവിയുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ട് പക്ഷേ അവർ കാണുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, അതിനേക്കാൾ മോശമാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചിന്തിക്കാൻ പറയുന്നു എന്ന് മാത്രമല്ല, ചിന്തിക്കാത്തവരെ അതിശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകത്തെ മറ്റു മതങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാം മാത്രമാണ് മനുഷ്യനോട് മതമെന്നുള്ള നിലക്ക്, വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് ഖുർആൻ മാത്രമാണ് ആളുകളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. മാക്സിം റോഡിൻസൺ, അദ്ദേഹം ഒരു ഫ്രഞ്ച് മാർക്സിസ്റ്റ്, ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം റിനൗണ്ട് ഓറിയന്റലിസ്റ്റ് ആണ്, അറിയപ്പെടുന്ന ഓറിയന്റലിസ്റ്റ് ആണ് അദ്ദേഹം, സോഷ്യോളജിസ്റ്റ് ആണ് അദ്ദേഹം, ഹിസ്റ്റോറിയനാണ് അദ്ദേഹം, റോഡിൻസൺ, മാക്സിം റോഡിൻസൺ. അദ്ദേഹത്തിന്റെ പിന്നെ ഇസ്ലാം ആൻഡ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതിതാണ്, ജൂത ക്രൈസ്തവ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ നൽകുന്നതിനേക്കാൾ വളരെയേറെ പ്രാധാന്യം ഖുർആൻ യുക്തിക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതൊരു ഓറിയന്റലിസ്റ്റാണ് പറയുന്നത്. അത് എവിടെ നോക്കിയാലും നമുക്ക് ഖുർആനിൽ ഒന്നോ ഏതെങ്കിലും ഒരു മൂലക്കലോ ഏതെങ്കിലും ഒരു അരികിലോ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ വ്യാപകമായി ഇത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഞാൻ മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറയുന്ന, യുക്തി ഉപയോഗിക്കാൻ പറയുന്ന പ്രയോഗങ്ങളൊന്നും നമുക്ക് കാണുക സാധ്യമേ അല്ല. ഒരു സംഗതി വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ ഉടനീളം ഒരാവർത്തി വായിച്ചാൽ നമുക്കറിയാം, അക്കൽ എന്ന പദമാണ് ഖുർആൻ ബുദ്ധിക്ക് ഉപയോഗിക്കുന്നത്. അക്കൽ എന്ന പദം, ഈ അക്കൽ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ച വ്യത്യസ്ത പദങ്ങളുണ്ട്. താക്കിലൂൻ, യാക്കിലൂൻ പോലുള്ള പദങ്ങൾ. വിശുദ്ധ ഖുർആൻ താക്കിലൂൻ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് 22 സ്ഥലത്താണ്. 22 സ്ഥലത്താണ്. അതുപോലെ തന്നെ യാക്കിലൂൻ എന്ന പ്രയോഗം ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 32ഓളം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അക്കൽ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ച വ്യത്യസ്ത പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ടോട്ടൽ 59 സ്ഥലത്ത് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. 59 സ്ഥലത്ത് ചിന്തിക്കുക എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, പ്രയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫിക്ർ. യതഫക്കറൂൻ, തതഫക്കറൂൻ എന്നൊക്കെ ഖുർആൻ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 17ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീക്ഷണ എന്നർത്ഥം വരുന്ന അറബി ഖുർആനിക് ടേമാണ് അൽബാബ്. ഈ അൽബാബ് എന്ന പദം ഏതാണ്ട് 16ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. തദബ്ബുർ, ചിന്തിക്കുക എന്ന പദം ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ചിന്തിക്കുക എന്ന ഉദ്ദേശാർത്ഥം വെച്ച് അല്ലാഹു ബസറ, കാഴ്ച, നെലറ, നോക്കുക, നിരീക്ഷിക്കുക എന്ന അർത്ഥത്തിൽ, അതുപോലെ തന്നെ റഅ എന്ന അറബി പദത്തിന്റെ വ്യത്യസ്ത പ്രയോഗങ്ങൾ അഥവാ യറ, തറ പോലുള്ള പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബസറ, നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അത് കാണുന്നില്ലേ എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളത് നോക്കി ചിന്തിക്കുന്നില്ലേ, നിങ്ങളത് കേട്ട് ആലോചിക്കുന്നില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഖുർആൻ അത് ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്ത്, നമ്മൾ സാധാരണ ഇതൊന്നും നമ്മൾ വായിക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഖുർആനിൽ ഉണ്ടെന്ന് പോലും യഥാർത്ഥത്തിൽ സാമാന്യ മുസ്ലിം സമൂഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അവസാനത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്നിൻ, ഓഫിൽ അർളി ഭൂമിയിൽ ആയാത്തുൻ ദൃഷ്ടാന്തങ്ങളുണ്ട്, മുഖ്നിൻ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഓഫി അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്,
അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേവലം കാഴ്ചയല്ല, അതിനപ്പുറം കണ്ടുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതിനെക്കുറിച്ച്? ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫറ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. വളരെ മനോഹരമായ, നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന വിശുദ്ധ ഖുർആനിലെ 88-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അഥവാ ഇസ്ലാമിൻ്റെ ഈ ദീനിനെ മനസ്സിലാക്കുന്നതിൻ്റെ, ദീൻ ഉൾക്കൊള്ളുന്നതിൻ്റെ ശരിയായ നിലപാട് എന്താണെന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരും. ഏതാനും ആയത്തുകളുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ കാണുന്നില്ലേ എങ്ങനെയാണ് ഞാൻ ഒട്ടകത്തെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്? അവർ കാണുന്നില്ലേ എങ്ങനെയാണ് ഞാൻ ഒട്ടകത്തെ സൃഷ്ടിച്ചു? നെലറ എന്ന പദമാണ് ഉപയോഗിച്ചത്. നേരത്തെ ബസറ എന്ന പദം ഉപയോഗിച്ചപ്പോൾ അഫലാ തുബ്സിറൂൻ എന്ന് ഉപയോഗിച്ചപ്പോൾ ഇവിടെ അഫലാ യൻദുറൂൻ, നെലറ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് യൻദുറൂൻ എന്ന പദം. നിങ്ങൾ കാണുന്നില്ലേ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. എന്താ പറയുന്നത്? ഒട്ടകത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അവർ കണ്ടു ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തിയിട്ടുള്ളത് എന്ന് അവർ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഭൂമിയെ ഞാൻ എങ്ങനെയാണ് പരത്തിയിട്ടുള്ളത് എന്ന് അവർ കാണുന്നില്ലേ? അതുപോലെ തന്നെ പർവ്വതങ്ങളെ ഞാൻ എങ്ങനെയാണ് ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് എന്ന് അവർ കാണുന്നില്ലേ? എന്നിട്ട് നബിയോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഫദക്കിർ, താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടവനല്ല. ഇത് തമ്മിലൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് ക്ലബ് ചെയ്ത് നമ്മൾ നോക്കിയേ. അള്ളാഹു ഒരു കുറച്ച് പ്രകൃതി പ്രതിഭാസങ്ങൾ മുൻപിൽ വെച്ചതിന് ശേഷം അല്ല നബിയോട് പറയുകയാണ്, താങ്കൾ ഉത്ബോധിപ്പിച്ചാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. കാരണം ചുറ്റുവട്ടത്ത് ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്. ചുറ്റുവട്ടത്ത് ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്. അതിലേതാനും എണ്ണം എണ്ണി പറഞ്ഞതിന് ശേഷം അല്ല പറയുകയാണ്, താങ്കൾ ഉത്ബോധിപ്പിച്ചാൽ മതി. പ്രകൃതി പ്രതിഭാസങ്ങൾ മനസ്സിലാക്കി, കണ്ട്, ചിന്തിച്ച് അവർ താങ്കൾ പറയുന്നത് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളട്ടെ, നിർബന്ധിക്കേണ്ടതില്ല. എന്നിട്ട് അല്ല എന്താ പറയുന്നത്? എന്നിട്ടും താങ്കൾ ഇതൊക്കെ പറഞ്ഞു കിടന്നിട്ട് ഇതിനകത്തേക്ക് വരാത്തവനെ പിടിച്ച് കൊല്ലണമെന്നാണോ? അല്ല പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഒരു ആരോപണം നമുക്ക് നേരെ ഉള്ളത്. മതം വിട്ടവനെ കൊല്ലണം, മതം നിഷേധിക്കുന്നവനെ കൊല്ലണം, വരാത്തവനെ കൊല്ലണം എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണല്ലോ വ്യാപകമായിട്ടുള്ളത്. ഇവിടെ അല്ല എന്നിട്ട് എന്താ പറയുന്നത്? സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടാൻ മാത്രമുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഞാൻ ചുറ്റുവട്ടത്ത് സംവിധാനിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കണ്ടിട്ടും താങ്കൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടും അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ കൊല്ലാനല്ല, ഇന്ന ഇലൈനാ ഇയാബഹും, അവർ നമ്മിലേക്കാണ് വരുന്നത്. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാം, ഞാൻ ചോദിച്ചോളാം. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചോളാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവതരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതല്ല, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങൾ വയ്ക്കുന്നു, നബിയോട് നിർബന്ധിക്കേണ്ട എന്ന് പറയുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഇനി അത് കേട്ടില്ലെങ്കിൽ അവരെങ്കിലേക്ക് വന്നോളും, ഞാൻ അവരെ ചോദ്യം ചെയ്യുകയോ പറയുകയോ കൈകാര്യം ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അവർക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അവർ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടും മറച്ചു വെച്ചതാണോ അതോ മനസ്സിലാകാത്തതാണോ? ഇതൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഒരാൾക്ക് മനസ്സിലായതാണോ? മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. ലോകത്ത് ഒരു ജീവജാലത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമുക്കുള്ളത്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന് നടിക്കും, മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നമുക്ക് നടിക്കാൻ കഴിയും. അതാരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതിന് ഹൃദയം അറിയണം. അതറിയുന്നവൻ പടച്ചമ്പുരാനാണ്. അത് അവങ്കലേക്ക് വിടുക നമ്മൾ. അല്ല, നമ്മളുടെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള പെരിഫറലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യരുത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാൻ. അവിടെ തറ എന്നാണ് പ്രയോഗിച്ചത്. അല്ലാഹു പറഞ്ഞു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാൻ. കാണുന്നില്ലേ അവർ ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളം ഇറക്കുന്നു. ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ,
വ്യത്യസ്തങ്ങളായ ഒരേ വെള്ളം ഇറക്കിയിട്ട് ഉണ്ടാകുന്നതാകിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്, ഡിഫറെന്റ് കളർ ഓഫ് ഫ്രൂട്ട്സ്. ഇറങ്ങുന്ന വെള്ളമെല്ലാം ഒരുപോലെ, പക്ഷെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ. അള്ളാഹു പറയുന്നത് അതവർ കാണുന്നില്ലേ എന്നാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. എന്നെങ്കിലും നമ്മൾ ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ സാമാന്യ ജനം, മുസ്ലിം സമൂഹം? അഫറൈതും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, ഞാനാണോ അത് സൃഷ്ടിച്ചത് അതോ നിങ്ങളാണോ? പരലോകത്തെ നിഷേധിച്ച ആളുകളോട് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യമാണത്. നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച്, സോപ്പ് വാട്ടർ പോലിരിക്കുന്ന ബീജത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനാണോ അത് സൃഷ്ടിച്ചത് അതോ നിങ്ങളാണോ? അത് സൃഷ്ടിച്ചവനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പ്രശ്നമേ അല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അതിനുള്ള ഉദാഹരിക്കുന്നത് ബീജത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ജീവിതത്തിന്റെ ഈ ഘട്ടം വരെ നമ്മൾ ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും ബീജത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? അഫ്റൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആകാശത്ത് നിന്ന് അത് ഇറക്കിയത് ഞാനാണോ അതോ നിങ്ങളാണോ? നിങ്ങൾക്ക് അതിനകത്ത് ഒരു റോളില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇങ്ങനെ നോക്കൂ, ആലോചിക്കൂ, ചിന്തിക്കൂ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്ന് 14 പ്രാവശ്യം ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിയോ ബുദ്ധി ഉപയോഗിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തരം ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു സത്യവിശ്വാസികളോടും സത്യനിഷേധികളോടും അള്ളാഹു ആവശ്യപ്പെടുകയാണ്. വിശ്വാസികൾ മുസ്ലിങ്ങളോട് മാത്രമല്ല, സത്യനിഷേധികളോട് മാത്രമല്ല, ഒന്നാന്തരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ഒന്നാന്തരം മുസ്ലിമിനോടും ഇത് ആലോചിക്കാൻ പറയുകയാണ്. എന്തിനാണ്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആലോചിച്ച് ചിന്തിച്ച്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ബുദ്ധിയുടെ ബോധ്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആലോചിക്കണം. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയല്ല, പാരമ്പര്യമായിട്ട് വിശ്വസിക്കുകയല്ല. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ പാരമ്പര്യമായി മുസ്ലിം ആകേണ്ടതില്ല, പാരമ്പര്യമായിട്ട് മുസ്ലിമായിട്ട് ഒരു കാര്യവുമില്ല. കാരണം ജീവിതത്തിൽ നമുക്ക് ഒരു മൂല്യവും വെച്ചു പുലർത്താൻ കഴിയില്ല. പാരമ്പര്യമായ മുസ്ലിം എന്ന് പറയുന്ന നാമം പേറി നമ്മൾ നടന്നിട്ടൊരു കാര്യമില്ല. ജീവിതത്തിൽ പരമാവധി മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും നമ്മുടെ നമസ്കാരവും ഒക്കെ ഫലപ്രദമാകണമെങ്കിൽ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതിന് ഉറച്ച ഈമാൻ വേണം. ആ ഈമാനിന്റെ സ്ട്രെങ്തേൺ, അതിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് ചിന്ത. അതിനെ ശക്തിപ്പെടുത്താനുള്ളതാണ്. ചുറ്റുവട്ടത്തുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു നാഥനെ കുറിച്ചുള്ള വെറും ഒരു വിശ്വാസമല്ല, മാതാപിതാക്കൾ പകർന്നു തന്ന വിശ്വാസമല്ല, വയലുകെട്ട വിശ്വാസമല്ല, തൻ്റെ തന്നെ ബുദ്ധിക്കത് ബോധ്യമാവണം. ആ ബോധ്യം കൊണ്ട് ജീവിക്കുമ്പോഴേ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. നിസ്കരിക്കാനൊക്കെ പറ്റും, നോമ്പുടിക്കാനൊക്കെ പറ്റും, പക്ഷെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയണം. അത് പറ്റണമെങ്കിൽ ബുദ്ധിയുടെ ബോധ്യമായി ഇത് മാറണം. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. അതിനാണ് മുസ്ലിങ്ങളോട് ഇത് ആവശ്യപ്പെടുന്നത്, അതിനാണ് വിശ്വാസികളോട് ഇത് ആവശ്യപ്പെടുന്നത്. കേവലം വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ഉയർത്തുന്നതല്ല ഇത്. വിശ്വസിച്ചവരോട് തന്നെ അള്ളാഹ് പറയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന്. അതെന്തിനാണ്? നമ്മൾ മനസ്സിലാക്കിയ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി വിശ്വസിച്ചല്ലോ. ദൃഢവിശ്വാസികളോട് പോലും ചിന്തിക്കാൻ പറയണം അള്ളാഹ്. എന്താണ്? ഈമാൻ ദുർബലപ്പെടാതെ അത് നിരന്തരമായിട്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ചിന്ത. അതിനെക്കുറിച്ച് അള്ളാഹ് പറയാം, നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക്, ബീജത്തിലേക്ക് നോക്ക്, കയ്യിലേക്ക് നോക്ക്, കണ്ണിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, ഭൂമിയേക്ക് നോക്ക്, ഒട്ടകത്തിലേക്ക് നോക്ക് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആവശ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണിത്. മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ചിട്ടോ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഖുർആനെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഖുർആനിൽ ചിന്തിക്കാൻ ആവശ്യപ്പെടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളും, അത് ഏത് മനുഷ്യനാണെങ്കിലും ചരിത്രത്തിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, അവരൊരാളും തൻ്റെ ചുറ്റും കൂടി ആളുകളോട്
തൻ്റെ മുമ്പിലുള്ള ആളുകളോട് ചിന്തിക്കൂ എന്ന് പറയൂല. മറിച്ച് പരമാവധി ചിന്തയെ ഫ്രീസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ, ചിന്തിക്കാതിരിക്കാനേ ശ്രമിക്കുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞതാണ്, അദ്ദേഹം ചെറുപ്പക്കാരെല്ലാം റീൽസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ റീൽസിന്റെ പുറകിൽ നടന്നാൽ ഇവർ ചിന്തിക്കൂല. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവര് റീൽസും ഒക്കെ ആയിട്ട് നടന്നോളൂ. ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് അവരാലോചിക്കൂല. അതുകൊണ്ട് റീൽസ് ചെയ്ത് നടക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിച്ച ഒരു ആരോപണം. ഇന്ന് പത്രത്തിലൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ? ചിന്തിക്കാതിരിക്കുക. അതിനുവേണ്ടി എന്താ ഭരണാധികാരികൾ ചെയ്യുന്ന പല വിദ്യകളുണ്ട്. മുസ്ലിം ഭരണാധികാരികൾ ചെയ്ത ഒരു വിദ്യയാണ് അനുഷ്ഠാന കർമ്മങ്ങളുടെ അമിതമായ മഹാത്മ്യം ഇങ്ങനെ പറയുക. എന്നിട്ട് ആളുകളെ മുഴുവൻ അനുഷ്ഠാന കർമ്മങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും ഇങ്ങനെ ഉടക്കിയിടുക. അവരിങ്ങനെ പള്ളിയും മൂലയും തസ്ബീഹും ദിക്റും സലാത്തും ഒക്കെ ആയിട്ട് നടന്നോളും. ഇവിടെ ക്ലിയർ ആയിട്ട് അഴിമതിയും അതുപോലെ തന്നെ എല്ലാം ചൂഷണം ചെയ്ത് കൊണ്ടു നടക്കാം. അത് സാധിക്കും. ഇത് മുസ്ലിം ഭരണാധികാരികൾ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആരാധനകളും അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് അമിതത്വം പോലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള ആരാധനകളൊക്കെ അള്ളാഹു റസൂലൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന് പുറമെ പിന്നെ കുറെ ആരാധനകളായിട്ട് വരുന്നവരുടെ ഉദ്ദേശം നമ്മുടെ ശ്രദ്ധ വസ്തുതകളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആധുനിക ഭരണാധികാരികൾ അതിന് ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, അതുപോലെ കളികളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിനോദങ്ങളിലും ചെറുപ്പക്കാരെ മുഴുക്കിയിടുക. പിന്നെ അവർ ചിന്തിക്കൂല അവർക്ക് കളി ശരിയായി നടക്കുന്നുണ്ടോ, ക്രിക്കറ്റ് നന്നായി നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ട പോലെയൊക്കെ നടക്കുന്നുണ്ടോ, അതിന് പണം ചെലവഴിക്കുന്നുണ്ടോ എന്നാണ്. അതിനൊക്കെ പണം ചെലവഴിക്കും. കാരണം എന്താ? ആളുകളെ ചിന്താപരമായി ഫ്രീസ് ചെയ്യൽ ഇവരുടെ ആവശ്യമാണ്. അപ്പോ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയ സാധനമാണ് ഇതാണെന്നല്ലോ പൊതുവെ പിന്നെ നാസ്തികരൊക്കെ പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബിക്ക് ഇതുപോലെ എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു, സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു, നിഷിദ്ധ താല്പര്യങ്ങളായിരുന്നുവെങ്കിൽ ഒരു വരി പോലും വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിന്തയെ മരവിപ്പിക്കാൻ പറ്റുന്ന വിദ്യകളായിരിക്കും അതിനകത്തുണ്ടാവുക. അതിന് പകരം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ എമ്പാടും ആലോചിക്കൂ, ചിന്തിക്കൂ, ജീവിതത്തെ നന്നാക്കൂ എന്നാണ് പറയുന്നത്. നമ്മളോടാണ് ഇതൊക്കെ പറയുന്നത്. ആലോചിക്കൂ, ചിന്തിക്കൂ, അള്ളാഹുവിനെ മനസ്സിലാക്കൂ, നാളെ ചെന്ന് കണക്ക് പറയേണ്ടി വരുന്ന ലോകത്തെക്കുറിച്ച് ഉറച്ചു വിശ്വസിക്കൂ. അങ്ങനെ നിങ്ങളുടെ ജീവിതം നന്നാക്കൂ എന്നാണ്. അങ്ങനെ നിങ്ങൾ ജീവിതം നന്നാക്കൂ എന്നാണ്. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച് നിങ്ങൾ ഈശ്വരനെ തൃപ്തിപ്പെടുത്തൂ, ദൈവത്തെ തൃപ്തിപ്പെടുത്തൂ, പ്രീതിപ്പെടുത്തൂ എന്നല്ല പറയുന്നത്. ജീവിതം നന്നാക്കൂ മനുഷ്യ എന്നാണ് പറയുന്നത്. ജീവിതം നന്നാക്കൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ജീവിതം നന്നാക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഏതെങ്കിലും കുറച്ച് അനുഷ്ഠാന കർമ്മങ്ങൾ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആയി നിർവഹിക്കുക എന്നതല്ല. അത് നിർവഹിക്കുന്നത് പോലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലും നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പരമാവധി അത് നന്നാക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചിന്തിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ട ഒരു സമുദായം, നമ്മൾ ചിന്തിച്ചില്ല എന്ന അപരാധം മാത്രമല്ല നമ്മൾ ചെയ്തത്, നമ്മൾ ചിന്തക്ക് നേരെ പുറംതിരിഞ്ഞു നിന്നു എന്നതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ട്രാജഡി. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ട്രാജഡി അതാണ്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ലഖദ് അൻസൽനാ ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ ഒരു കിതാബ് അവതരിപ്പിച്ചു, അഥവാ വേദഗ്രന്ഥം അവതരിപ്പിച്ചു. ഫീഹി ദിക്റുക്കും, അതിനകത്ത് നിങ്ങളെ കുറിച്ചാണുള്ളത്. അഫലാ തഅഖിലൂൻ, നിങ്ങളെന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത്, നിങ്ങളെന്തേ ചിന്തിക്കാത്തത്? അല്ലാഹ് പറയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പലവട്ടം പറഞ്ഞ് അവതരിച്ച വേദഗ്രന്ഥം, ഇങ്ങനെ ചിന്തിക്കണം എന്ന് പറഞ്ഞ ആ വേദഗ്രന്ഥം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞു കളഞ്ഞു ആ വേദഗ്രന്ഥം പരിഭാഷ പോലും പെടുത്താൻ പാടില്ല എന്ന്. അതിൻ്റെ അർത്ഥമറിയൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞു കളഞ്ഞു. മനുഷ്യരോട്, സത്യനിഷേധികളോടും സത്യവിശ്വാസികളോടും ഒരുപോലെ ചിന്തിക്കാൻ നിരന്തരം ആഹ്വാനം ചെയ്ത ആ വേദഗ്രന്ഥം ആരോടാണോ ചിന്തിക്കാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഇന്നും നിങ്ങൾ നോക്കണം, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയുടെ ആമുഖത്തിൽ ഇത് മുസ്ലിങ്ങളല്ലാത്തവരുടെ കൈകളിൽ പോകരുത് എന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നത് കാണാം. അള്ളാഹു അവരുടെ സന്മാർഗത്തിന് കൊടുത്ത ആ ഗ്രന്ഥം
വിൽപ്പനാർത്ഥം പോലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കൈവശം കൊടുക്കരുത് എന്ന് ഉത്ബോധിപ്പിച്ച് എഴുതി വച്ച ഖുർആൻ ട്രാൻസ്ലേഷൻ ഇന്നും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചിന്തയുടെ വഴിമുടക്കികളായി നിന്നു. ഏറ്റവും വലിയ ട്രാജഡി അതാണ്. ഏറ്റവും വലിയ ട്രാജഡി അതാണ്. അത് വായിക്കുന്നതൊന്നും വലിയ കാര്യമല്ല, അതിൻ്റെ തജ്വീദി നിയമങ്ങളനുസരിച്ച് ഓതുന്നതാണ് വലിയ കാര്യം എന്ന് നമ്മളെ നിരന്തരം വാഴ്ന്നു പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു. ഓതുന്നതിലാണ് കാര്യം, വായിക്കുന്നതിലല്ല കാര്യം എന്ന് നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ പ്രായത്തിനുള്ളിൽ ഞാനും നിങ്ങളൊക്കെ എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ വാളുകൾ കേട്ടിട്ടുണ്ട്, എത്രയോ ക്ലാസുകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനകത്തൊക്കെ കേട്ടിട്ടില്ലേ തറാവീഹിന്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കൈ എവിടെയാണ് കെട്ടേണ്ടത് എന്നതിലെ ശരിതെറ്റുകളെ കുറിച്ച് ധാരാളമായി നമ്മൾ കേട്ടിട്ടില്ലേ? സുബഹി നമസ്കാരത്തിലെ കുനൂത്തിനെ കുറിച്ച്, അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ധാരാളമായി നമ്മൾ കേട്ടിട്ടില്ലേ? ദിക്റുകൾ ചൊല്ലുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ട പ്രഭാഷണത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കണം മക്കളെ, ഖുർആൻ ചിന്തിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര പ്രഭാഷണങ്ങൾ ഇത്രയും ജീവിതത്തിനിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഖുർആൻ നിരന്തരം ആവശ്യപ്പെട്ടൊരു സംഗതിയാണ്. തറാവീഹിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഒരു വരി പോലുമില്ല, ഒരു വരി പോലുമില്ല തറാവീഹിനെ കുറിച്ച് ഖുർആനിൽ. സുബഹി നമസ്കാരത്തിലെ കുനൂത്തിനെ കുറിച്ച് ഖുർആൻ മിണ്ടുന്നേ ഇല്ല. കൈ എവിടെ കെട്ടണം എന്നതിനെ കുറിച്ച് ഖുർആൻ ഒരു അക്ഷരവും പറയുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്ന് വലിയ വലിയ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഖുർആനിലില്ല. ഇതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി തറാവീഹ് നിസ്കരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലല്ല, ഖുർആനിലില്ല. ആ ഖുർആനിൽ ഇല്ലാത്ത കാര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി വാചാലമാകുന്നു. എന്നാൽ ഖുർആൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തയെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നേയില്ല. നിങ്ങളൊന്ന് ഖുർആൻ പഠിക്കും മക്കളെ, നിങ്ങളൊന്ന് ഖുർആൻ അർത്ഥസഹിതം വായിക്കും മക്കളെ എന്ന് പറയുന്ന എത്ര വാളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അതേസമയം ഓത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവുകയും ചെയ്യും. ഇതൊന്നും തിരുത്തണം നമ്മൾ. ഇതൊന്നും തിരുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുർആൻ ഒന്ന് അർത്ഥസഹിതം വായിച്ച് ഖുർആൻ എന്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ചിന്തിച്ചും പഠിച്ചും നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി ജീവിതത്തെ സത്യസന്ധതയും വിശ്വസ്തതയും നീതിബോധവുമുള്ള സത്യശുദ്ധമായ ജീവിതമാക്കി മാറ്റി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.